നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് കാര്യമായ മഴ ലഭിച്ചിട്ടും KSEBക്ക് നിരാശ. പ്രതീക്ഷിച്ച നീരൊഴുക്ക് ലഭിക്കാത്തതിനാൽ ഡാമുകളിലെ ജലനിരപ്പ് ഉയർന്നിട്ടില്ല. ഇടുക്കിയിൽ 33% വെള്ളം മാത്രമാണുള്ളത്. ഈ മാസം ഇതുവരെ പ്രതീക്ഷിച്ചിരുന്ന നീരൊഴുക്ക് 230.96 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ വെള്ളമാണ്. എന്നാൽ വ്യാഴാഴ്ച രാവിലെ 7 മണിവരെയുള്ള കണക്ക് പ്രകാരം ലഭിച്ചിരിക്കുന്ന നീരൊഴുക്ക് 163.907 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ വെള്ളം മാത്രമാണ്. അതായത് കേരളത്തിലൊട്ടാകെ നല്ല മഴ ലഭിച്ചിട്ടും 67.053 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ വെള്ളത്തിന്റെ കുറവ്. KSEBയുടെ നിയന്ത്രണത്തിലുള്ള എല്ലാ ജലസംഭരണികളുമായി 1231.91 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ വെള്ളമാണ് ഇപ്പോഴുള്ളത്. ഇത് മൊത്തം സംഭരണശേഷിയുടെ 29.75% മാത്രമാണ്. ഇടുക്കിയിൽ 32.89% വെള്ളമാണുള്ളത്. ഇടുക്കി ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് കാര്യമായ മഴ ലഭിച്ചു തുടങ്ങിയിട്ടില്ല. കേരളത്തിലെ എല്ലാ ഡാമുകളുടെ സ്ഥിതി പരിശോധിച്ചാലും ഇതുതന്നെയാണ് അവസ്ഥ. മൺസൂൺ എത്തുമ്പോഴേക്കും സ്ഥിതി മാറുമെന്നാണ് KSEB പ്രതീക്ഷിക്കുന്നത്. മഴക്കാലത്ത് തിരികെ നൽകാമെന്ന വ്യവസ്ഥയിൽ മാർച്ച് മുതൽ പഞ്ചാബ്, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങിയിരുന്നു. മഴ കുറഞ്ഞാൽ ഇതിന് തടസ്സമാകും. നല്ല മഴ ലഭിക്കുകയും ഡാമുകളിലെ നീരൊഴുക്ക് കൂടുകയും ചെയ്താൽ അധിക വൈദ്യുതി ഉയർന്ന വിലയ്ക്ക് KSEBക്ക് വിൽക്കാനുമാകും.